ഡോക്ടർ സുൽഫി, ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏതായാലും ബജറ്റ് അവതരിപ്പിച്ച ശേഷം സാക്ഷാൽ മന്ത്രി മുമ്പിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതൊരു വലിയ അവസരമായിട്ട് ഉപയോഗിക്കാം. കാരണം ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ആരോഗ്യമേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ബഡ്ജറ്റ് അലോക്കേഷൻ GDP-യുടെ 4% കൂട്ടണമെന്ന് ലോകാരോഗ്യ സംഘടനയും പ്രൊഫഷണൽ ഓർഗനൈസേഷനൊക്കെ അത് 2% ഇരട്ടിയാക്കണമെന്നാണ്. ഡെഫിനറ്റ്ലി ദർ ഇസ് ഒരു 100 crores ഇൻക്രീസ് ഉണ്ട്. അതിൽ ഞങ്ങൾ അല്പം സന്തോഷമുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇത് 2% ഇരട്ടിയായി മാറുന്ന ഒരു രീതിയിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ്. കാരണം ഇത് പല മേഖലകളിലും നമ്മുടെ ഇപ്പം ഡ്രഗ്സിൻ്റെ ക്വാളിറ്റി മുതൽ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ മാൻ പവർ മുതൽ എല്ലാത്തിനും പൈസ വേണ്ടത്. ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എത്ര കാലം കഴിഞ്ഞ് ആ കോൺസെപ്റ്റ് മാറുന്നു എന്നുള്ളത് ഇത് കേന്ദ്ര സർക്കാരിനും അതെ, എല്ലാ സർക്കാരും ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നില്ല. പക്ഷേ വികസിത രാജ്യങ്ങളിലൊക്കെ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന അലൊക്കേറ്റഡ് ബഡ്ജറ്റ് 4%. അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു 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 മാറ്റം വേണം എന്ന് തോന്നുന്നു. നമ്മുടെ സ്പെൻഡിങ് കൂടിക്കൊണ്ടിരിക്കുക തീരെ കുറവാണെന്ന് പറയാനും പറ്റില്ല. ഇപ്പം നമ്മൾ US പെർസെൻറ്റേജും മറ്റൊക്കെ ഇരിക്കട്ടെ, പക്ഷേ നേരത്തെ മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പാരാസിറ്റമോൾ കിട്ടുന്നില്ല, മറ്റേ എന്തെങ്കിലും സിറപ്പ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ പരാതി എന്താ, സ്റ്റെൻറ്റ് കിട്ടുന്നില്ല എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞൊരു ഇത് ചെറിയ കാര്യമല്ല. ഹാർട്ട് ഓപ്പറേഷനുള്ള സ്റ്റെൻറ്റ് ഫ്രീ ആയിട്ട് വേണ്ടത്ര സപ്ലൈ കിട്ടുന്നില്ലെന്ന് പറയുന്ന നേരത്തിലേക്ക് കേരളത്തിൽ മാറി. ലോകത്ത് കൂടെ ഉണ്ട് ഇത്. അപ്പം ഈ പറഞ്ഞ 4% ചിലവാക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്ന US കോവിഡ് ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഒരു സ്ഥലത്തെയും കുറ്റം പറയുന്നില്ല, കൂടുതൽ സ്പെൻഡിങ് വേണം. പക്ഷേ ഇപ്പോഴത്തെ സ്പെൻഡിങ്ങും തീരെ മോശമായിട്ടല്ല. പിന്നെ നമ്മളൊരു പുതിയ കാര്യം കൂടി ഹെൽത്തിൽ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ഹബ് ആക്കുക എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യവും കുറച്ച് പണം മുമ്പ് വെച്ചിരുന്നു. നമ്മൾ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലുകൾ പുറത്തു പോയിട്ട് അവിടെ നിന്നുള്ള ആളുകളും ഡയറ്റൊന്നര ഡോക്ടർമാരും നഴ്സുമാരും സ്പെസ്റ്റൊക്കെ കുറച്ച് നമുക്കുണ്ടല്ലോ, കൊണ്ടുവരുന്ന ഇടത്തിലേക്ക് ഹെൽത്തിൻ്റെ രംഗത്ത് അങ്ങനൊരു കാര്യം വരുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണമുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ബഡ്ജറ്റ് അലോക്കേഷൻ മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ. ഇപ്രാവശ്യം ഡ്രഗ്സിൻ്റെ കാര്യത്തിനകത്ത് KSDP നമ്മൾ 20 കോടി രൂപ നമ്മുടെ മരുന്ന് നിർമ്മാണത്തിന് വേണ്ടി മാത്രം വെച്ചിരുന്നു. സാധാരണ പ്രതീക്ഷിച്ചല്ലെങ്കിൽ അവരും അത്രയും പ്രതീക്ഷിച്ചല്ല, കൂട്ടി 20 കോടി സാധാരണ ഉള്ളതല്ല. അത് 20 കോടി നമ്മുടെ മരുന്ന് നിർമ്മാണത്തിന് നല്ലപോലെ നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ നമ്മുടെ KSDP. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാത്തിലും വെക്കുന്നുണ്ട്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൂട്ടണം. അതിനകത്ത് ഇതിൻ്റെ കൂടെ സത്യത്തിൽ മെഡിക്കൽ ടെക്നോളജി ഒരു വലിയ മേഖലയായിട്ട് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചില പേരുകൾ പറഞ്ഞതിനകത്ത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞ പുതിയ 20-25 വയസ്സുള്ള ചെറുപ്പക്കാർ ഇത്രയും വലിയ സ്ഥാപനം നടത്തുന്നുള്ള അവർക്കൊരു ഇങ്ങനെ നടക്കുമെന്നറിയാനാണ്. എന്നാൽ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം മൂവാറ്റുപുഴയാണെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് പാലക്കാട്ടെ യൂണിറ്റൊക്കെ അവർക്ക് മെഡിക്കൽ രംഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറുപ്പക്കാർ വന്ന് തന്നെ നന്നായി നടത്തുന്നത് നടക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് അല്ലേ. അപ്പോൾ മെഡിക്കൽ ടെക്നോളജി രംഗത്തും നല്ലപോലെ മുന്നേറ്റം വരുന്നുണ്ട്, കുറേ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ തീരെ മോശമല്ല നമ്മുടേത്, എന്നാൽ കുറച്ചുകൂടി കൂട്ടണമെന്നുള്ളത് ഡോക്ടർ പറഞ്ഞ കാര്യം. അല്ല, മെഡിക്കൽ കോളേജിനകത്തെ സ്റ്റെം സെല്ല് മാറ്റിവെക്കൽ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രി കരൾ മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും സർ. അതായത് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഒരു വലിയൊരു പ്രശ്നം ഡോക്ടർമാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയാണ്. ഞാനതിൽ ചൂണ്ടിക്കാണിക്കാൻ കാരണം മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ ഡിസ്കഷനിൽ പറയുന്നുണ്ടായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ ഡോക്ടർമാരുടെ കുറവുണ്ട്, പക്ഷേ കേരളത്തിൽ ഡോക്ടർമാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ആ ഒരു വീക്ഷണത്തോടുകൂടി മറ്റുള്ളവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ നമുക്ക് അയക്കാൻ പറ്റണം ആ രീതിയിൽ. കാരണം ഇവിടെ ഡോക്ടർമാർ ഇനഫ് ആൻഡ് മോറാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ കൂടെ രീതിയിലൂടെ ചിന്തിക്കുന്ന ഒരു കാര്യം രണ്ടു തരത്തിൽ ചിന്തിക്കാം. ഇവരങ്ങോട്ട് പോകണമെന്ന് നമുക്ക് പറയാം, അവർ പോകണ്ടേ. എക്സാക്ട്ലി, ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ വലുതായിട്ട് 2 പല്ലെടുക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന ഒരാൾ, ജോലി ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ വരും, ഇന്ത്യ വരും ഇല്ലേ. ഒരു 3 പല്ലെടുക്കണമെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരാൾക്ക് ഇന്ത്യ വന്ന് പല്ലെടുത്തിട്ട് പോകുന്ന ലാഭം. അപ്പോൾ അവിടെയുള്ള രോഗികൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്ന നേരത്തിൽ നമ്മുടെ ഡോക്ടർമാരെല്ലാം അങ്ങോട്ട് പോകണ്ട, ഇവിടെ കുറച്ച് ഇതിനുള്ള ഫെസിലിറ്റി. അതാണ് നമ്മൾ മെഡിക്കൽ ഹെൽത്ത് ടൂറിസവും അല്ലെങ്കിൽ അങ്ങനെ കൂടെ ആലോചിക്കാം. മിനിസ്റ്റർ അതിനുള്ളൊരു ഫോക്കസും കൂടുതലായിട്ട് ഇതിലുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ വെച്ചാൽ തുറന്നു പറഞ്ഞാൽ അത് നമുക്ക് ഈ സ്വകാര്യ മേഖലയിലെ ആളുകളെ അത്ര ഇൻവോൾവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഗവൺമെൻറ് മാത്രം ആലോചിച്ചാൽ പറ്റുന്നൊരു കാര്യമല്ലത്. ഇപ്പോൾ ഞങ്ങൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രമുഖരായ കുറച്ച് സ്ഥാപനം നടത്തുന്ന ആളുകളോട് ഞാനും സംസാരിച്ചിരുന്നു. എന്താ പ്രശ്നം? അവർ പറഞ്ഞാൽ അവർക്ക് പോയിട്ട് ടൂറിസത്തിൻ്റെ കൂട്ട് തന്നെ അവർക്ക് പോയിട്ടൊരു മാർക്കറ്റിംഗ് നടത്തണം. അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിന് ഉൾപ്പെടെ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറ്റുന്നൊരു വാർഡുകളൊക്കെ അതിനുണ്ടാക്കണം എന്നുണ്ടായിരുന്നു.